കുട്ടിയും മിഠായിയും. ഒരു ദിവസം ഉച്ചനേരം ഭക്ഷണം കഴിഞ്ഞ് ഒരു മിഠായിക്കടയുടെ ഉടമ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. കടയിൽ നിറയെ ചെറിയ ഭരണികൾ, അവയിൽ നിറയെ മിഠായികളുമുണ്ട്. ഒരു കുട്ടി മിഠായി ഭരണികളിൽ നോട്ടം വിട്ടു. കടയുടെ ചുറ്റും നോക്കി, ആരും അടുത്തില്ല. കുട്ടി പതുങ്ങി പതുങ്ങി കടയിലേക്ക് കയറി. എന്നിട്ട് ഒരു ഭരണിയിൽ കൈയിട്ടു. കൈ നിറയെ മിഠായികൾ വാരി. എന്നിട്ടും അത് പോരാ എന്നവന് തോന്നി. ഒരു കൈയിൽ മിഠായി പോരാഞ്ഞിട്ട് അവൻ മറ്റേ കൈയും ഭരണിയിൽ കടത്തി. 2 കൈയിലും നിറയെ മിഠായികൾ. അവന് സന്തോഷമായി. അവൻ കൈകൾ പുറത്തേക്കെടുക്കാൻ നോക്കി. പറ്റുന്നില്ല. അവൻ ആഞ്ഞു വലിച്ചു. പക്ഷേ കൈകൾ പുറത്തേക്ക് കിട്ടുന്നില്ല. മിഠായി കുറച്ചെണ്ണ ഭരണിയിലിട്ടാൽ കൈകൾ പുറത്തേക്കെടുക്കാം. എന്നാൽ അതിനവന് മനസ്സ് വന്നില്ല. മർക്കടമുഷ്ടി എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. മർക്കടൻ എന്നാൽ കുരങ്ങ്. കുരങ്ങൻ കയ്യിൽ കിട്ടിയതൊന്നും വിടാതെ ബലമായി പിടിച്ചുകൊണ്ടിരിക്കും. അതിനാണ് മർക്കടമുഷ്ടി എന്ന് പറയുക. മർക്കടൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം അവൻ്റെ ജീവനെ പലപ്പോഴും അപകടത്തിലെത്തിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടിയും മർക്കടമുഷ്ടി പിടിച്ചു നിൽപ്പാണ്. കയ്യിൽ കിട്ടിയ മിഠായികളിൽ ഒന്നുപോലും വിടാതെ കൈകൾ പുറത്തേക്കെടുക്കാൻ അവൻ ശ്രമിച്ചു. കുറച്ച് മിഠായി താഴെയിട്ടാൽ അവന് എളുപ്പത്തിൽ കൈ പുറത്തേക്കെടുക്കാം. പക്ഷെ അവൻ അതിന് ശ്രമിക്കാതെ ആ മിഠായിയോടെ കൈ പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചു. ആ ശ്രമത്തിൽ ഭരണി മറിഞ്ഞു വീണു. വലിയ ഒരു ശബ്ദമുണ്ടായി. കടയുടമസ്ഥൻ ഉണർന്നു. പെട്ടെന്ന് ഭരണി പൊട്ടുന്ന ശബ്ദം കേട്ട് കടയുടമ ഉണർന്നപ്പോൾ എന്താണ് കണ്ടത്? ഒരു കുട്ടി 2 കൈയിലും മിഠായിയുമായി നിൽക്കുന്നത് കണ്ടു. ദേഷ്യത്തോടെ മിഠായി കടക്കാരൻ കുട്ടിയെ കടന്നു പിടിച്ചു. അവൻ കരഞ്ഞു. പക്ഷെ അയാൾ വിട്ടില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മിഠായി ഭരണിയിൽ ഇടുവിച്ചു. അയാൾക്ക് നല്ല ദേഷ്യം വന്നു. ഉണർന്നെൽക്കുമ്പോൾ മിഠായി ഭരണികളും പൊട്ടിച്ചു. ഒരു കുട്ടി മിഠായിയുമായി നിൽക്കുകയാണ്. അയാൾ എന്ത് ചെയ്തു? ഒരു ചൂരലെടുത്ത് 4 കൊടുത്ത് അവനെ അവിടെ നിന്ന് ഓടിച്ചു. കുട്ടി 2 മിഠായി മാത്രം എടുത്തതിൽ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ് സാരോപദേശം? കളവ് ചെയ്യുന്നവൻ പിടിക്കപ്പെടും. മർക്കടമുഷ്ടി അപകടമാണ്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ഈ കഥയിലുണ്ട്. ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ?